ഒരു കുടുംബത്തിൻ്റെ പ്രതീക്ഷയും ഒരു കുഞ്ഞിൻ്റെ ആഗ്രഹവും ഇല്ലാതാക്കിയ ഈ സ്കൂൾ റാഗിങ്ങിന് പിന്നിൽ നിന്ന് പ്രവർത്തിച്ച എല്ലാ വിദ്യാർത്ഥികളെയും നരഹത്യയ്ക്ക് കേസെടുക്കണം. ഇനിയും ഇതേപോലെയുള്ള റാഗിങ്ങുകൾ നമ്മുടെ കോളേജുകളിൽ വേണമോ വേണ്ടയോ? ആ കാര്യം തന്നെയാണ്. എങ്ങനെയാണ് ഈ ഒരു സാഹചര്യത്തിലേക്ക് കുഞ്ഞുങ്ങൾ വരുന്നത് എന്നുള്ള ചോദ്യമാണ് ഇവിടെ ബാക്കിയാകുന്നത്. കാരണം 15 വയസ്സുള്ള ഒരു കുഞ്ഞിന്റെ മാനസികാവസ്ഥ അല്ലെങ്കിൽ അത് എത്രത്തോളം ക്രൂരമാകാം എന്നുള്ളത് ഒരു പക്ഷേ ഈ കുഞ്ഞ് മരിച്ചു കഴിഞ്ഞപ്പോൾ കുറ്റബോധം ഉണ്ടായിരുന്നിരിക്കാം ആ കുട്ടികൾക്ക് എന്ന് ചിന്തിക്കുന്നിടത്താണ് നമുക്ക് തെറ്റുപറ്റുന്നത്. കാരണം ആ മരണവും അവരാഘോഷിക്കുകയായിരുന്നു എന്നുള്ളത് കുട്ടികളുടെ മാനസികാവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. സഹപാഠിയെ അതിക്രൂരമായി റാഗ് ചെയ്തു, അതിന്റെ ഇരയാക്കപ്പെട്ടതിന് ശേഷമാണ് ഇങ്ങനെയൊരു മരണത്തിലേക്ക് കുട്ടി പോയത് എന്നാണ് ആ കുടുംബത്തിന്റെ വെളിപ്പെടുത്തൽ. തീർച്ചയായും ഈ വിഷയത്തിൽ പോലീസിന്റെ ഇടപെടൽ ഉണ്ടാകും എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. മാത്രവുമല്ല, സ്കൂൾ അധികൃതരുടെ പ്രതികരണം എന്ത് എന്നതും പ്രധാനപ്പെട്ടതായി മാറും. തൃപ്പൂണിത്തുറയിലെ 15-കാരന്റെ ആത്മഹത്യയിൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി രക്ഷിതാക്കൾ. തിരുവാണിയൂർ ഗ്ലോബൽ പബ്ലിക് സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി മെഹിർ അതിക്രൂരമായ റാഗിങ്ങിന് ഇരയായി. മെഹിറിനെ മർദ്ദിച്ച് ക്ലോസറ്റ് നക്കിച്ചു, ക്ലോസറ്റിൽ മുഖം അമർത്തി ഫ്ലഷ് ചെയ്തു, ബസിൽ വെച്ച് മർദ്ദിച്ചു. റാഗിങ്ങിന് നേതൃത്വം നൽകിയ കുട്ടികൾ മെഹറിന്റെ മരണം ആഘോഷിച്ചു. ജീവനൊടുക്കിയ ദിവസവും ക്രൂര പീഡനത്തിന് ഇരയായി. തെളിവായി സ്ക്രീൻഷോട്ടുകളും പുറത്തുവിട്ടു. മെഹറിന്റെ അമ്മ എഴുതിയ തുറന്ന കത്തിലെ വിവരങ്ങൾ ഞെട്ടിക്കുന്നതാണ്. സ്കൂൾ അധികൃതർ വിഷയം ഒതുക്കി തീർക്കാൻ ശ്രമിച്ചുവെന്നും ആരോപണമുണ്ട്. തൃപ്പൂണിത്തുറ സ്വദേശിയായ റജിന എന്ന അമ്മ പൊതുസമൂഹത്തിനും ഭരണകൂടത്തിനുമായി എഴുതുന്ന തുറന്ന കത്താണിത്. മകന്റെ മരണത്തിനു പിന്നിലുള്ള വിവരങ്ങൾ പുറം ലോകം അറിയണമെന്ന ഉദ്ദേശത്തോടെയാണ് കത്ത്. ഇങ്ങനെയാണ് അതിന്റെ ഉള്ളടക്കം. രജിന PM എന്ന ഞാൻ വീട്ടമ്മയും ഒരു സംരംഭകയുമാണ്. ജനുവരി 15-ന് തിരുവാണിയൂരിലെ ഗ്ലോബൽ പബ്ലിക് സ്കൂളിൽ പഠിക്കുന്ന എൻ്റെ മകൻ മിഹിർ സ്കൂളിൽ നിന്നും താമസ സ്ഥലമായ തൃപ്പൂണിത്തുറയിലെ ചോയ്സ് പാരഡൈസിലേക്ക് ഉച്ചകഴിഞ്ഞ് തിരികെ വരികയും അധികം വൈകാതെ കെട്ടിടത്തിന്റെ 26ാം നിലയിൽ നിന്ന് താഴേക്ക് ചാടി ജീവനൊടുക്കുകയും ചെയ്തു. ഇത്തരമൊരു ദൗർഭാഗ്യകരമായ തീരുമാനത്തിന് പിന്നിൽ എന്താണെന്ന് ഞങ്ങൾക്ക് ഒരു രൂപവും ഉണ്ടായിരുന്നില്ല. എന്നാൽ പിന്നീട് ഞാനും ഭർത്താവും ഇതേപ്പറ്റി വിശദമായി മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ലഭിച്ചത്. 3 മാസം മുൻപാണ് മിഹിർ ഗ്ലോബൽ പബ്ലിക് സ്കൂളിൽ ചേർന്നത്. ഇവിടെ വെച്ച് ഒരു പ്രത്യേക ഗ്യാങ് വിദ്യാർത്ഥികളാൽ അതിക്രൂരമായി റാഗ് ചെയ്യപ്പെട്ടിരുന്നു. അവന്റെ ചില സഹപാഠികളോടും സുഹൃത്തുക്കളോടും സംസാരിച്ചതിൽ നിന്നും ഞങ്ങൾക്ക് ലഭ്യമായ ചില സോഷ്യൽ മീഡിയ ചാറ്റുകളുടെ അടിസ്ഥാനത്തിലും അവൻ മാനസിക ശാരീരിക പീഡനങ്ങൾക്ക് വിധേയനായിരുന്നു എന്ന് വ്യക്തമായി. സ്കൂളിൽ വെച്ചും സ്കൂൾ ബസ്സിൽ വെച്ചും ഞങ്ങളുടെ മകൻ അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടിരുന്നു. അവന് ശാരീരിക ഉപദ്രവമേൽക്കുകയും നിറത്തിന്റെ പേരിലും മറ്റുമുള്ള പരിഹാസവും കുത്തുവാക്കുകളും സഹിക്കേണ്ടി വരികയും ചെയ്തിട്ടുണ്ട്. വാഷ്റൂമിൽ കൊണ്ടുപോയി അവനെ അതികഠിനമായി ഉപദ്രവിക്കുകയും ക്ലോസറ്റിൽ ബലാത്കാരമായി മുഖം പൂഴ്ത്തിവെച്ച് നക്കിക്കുകയും ഫ്ലഷ് ചെയ്യുകയും ചെയ്തിരുന്നു. അവൻ മരിച്ച ശേഷവും അത് ആഘോഷിക്കുന്ന ക്രൂരതയിലേക്ക് ആ വിദ്യാർത്ഥി കൂട്ടം എത്തി നിൽക്കുന്നത് നിസ്സാരമായ ഒന്നല്ല. മെസ്സേജുകളിലൂടെ മിഹിറിന്റെ മരണം വരെ ആഘോഷിച്ച ആ കുട്ടികൾ എത്രമാത്രം എൻ്റെ കുട്ടിയെ ജീവിച്ചിരിക്കുമ്പോൾ പ്രയാസപ്പെടുത്തിയിട്ടുണ്ടാകുമെന്ന് വായിച്ചെടുക്കാൻ കഴിയും. വാർത്തയുടെ വിശദാംശങ്ങളുമായി ആജ്ഞയാണ് ചേരുന്നത്. ആജ്ഞ, അതായത് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത ശേഷം രക്ഷിതാക്കൾ നടത്തിയ ഒരു അന്വേഷണത്തിലാണിത് കണ്ടെത്തുന്നത് എന്നുള്ളതാണല്ലോ ഈ കത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഉള്ളടക്കത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഈ വിഷയം സ്കൂൾ അധികൃതർ നേരത്തെ അറിഞ്ഞിരുന്നില്ലേ? ഇതെങ്ങനെ ഒതുക്കി തീർക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഈ ഉള്ളടക്കത്തിൽ പറയുന്നത്. അഭിലാഷ്, ഇതുമായി ബന്ധപ്പെട്ട് സ്കൂളിൽ ഇത്തരം
റാഗിങ്ങുകൾ നടക്കുന്നുണ്ടെന്ന് ഈ അന്വേഷണത്തിന്റെ ഭാഗമായി തന്നെ, അതായത് ഈ കുട്ടി ആത്മഹത്യ ചെയ്ത ദിവസം തന്നെ ഇത്തരം അന്വേഷണം ഉണ്ടായിരുന്നു. അത് സ്കൂൾ അധികൃതർക്ക് അത് വ്യക്തമായിട്ടുമുണ്ട്. ഇങ്ങനെ ഒരു സ്പെഷ്യൽ ഗ്യാങ് അവിടെ ഉണ്ട്, അവരിങ്ങനെ നിരന്തരം ജൂനിയർ കുട്ടികളെ ഉപദ്രവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ള കാര്യത്തിൽ വ്യക്തത ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് മാതാപിതാക്കൾ ആരോപിക്കുന്നത്. മാത്രമല്ല, ഈ മിഹിർ ആത്മഹത്യ ചെയ്ത ശേഷം, അതായത് ആ കെട്ടിടത്തിന്റെ ആ ഫ്ലാറ്റ് സമുച്ചയത്തിന്റെ 26ാം നിലയിൽ നിന്നാണ് മിഹിർ താഴേക്ക് എടുത്തു ചാടുന്നത്. 2ാമത്തെ നിലയിലെ ബാൽക്കണിയിലാണ് മിഹിറിന്റെ മൃതദേഹം കണ്ടെത്തിയ ഒരു സാഹചര്യം. അങ്ങനെ ആയിരുന്നു മിഹിറിന്റെ മൃതദേഹം കണ്ടെത്തിയിരുന്നത്. ആ ഒരു സാഹചര്യത്തിൽ എന്തായിരുന്നു ഈ കുഞ്ഞിനെ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്ന് കണ്ടെത്താനുള്ള പാരന്റ്സിന്റെ അന്വേഷണത്തിനൊടുവിലാണ് ഈ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുന്നത്. ഇത് സ്കൂളിൽ നിരന്തരം 3 മാസമായിട്ടേ ഉള്ളൂ തിരുവാണിയൂരിലെ ഗ്ലോബൽ സ്കൂളിലേക്ക് മിഹിർ ചേർന്നിട്ട് നിരന്തരം ഈ കുട്ടി റാഗിങ്ങിന് വിധേയനായിരുന്നു എന്ന് തന്നെയാണ് ഇവരുടെ സഹപാഠികളിൽ നിന്നും ഈ രക്ഷിതാക്കൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. നിറത്തിന്റെ പേരിൽ നിരന്തരം അവനെ ആക്ഷേപിക്കുന്നു, അതല്ലെങ്കിൽ നിരന്തരം അവനെ സ്കൂളിൽ വെച്ചും സ്കൂൾ ബസ്സിൽ വെച്ചും മർദ്ദിക്കുന്നു, ശാരീരിക മാനസിക പീഡനങ്ങൾ ഏൽപ്പിക്കുന്നു. കൃത്യമായി പറഞ്ഞാൽ അങ്ങേയറ്റം അറപ്പുളവാക്കുന്ന, ഞെട്ടലുളവാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഒരു വെളിപ്പെടുത്തൽ വരുന്നത് എന്താണെന്ന് മനസ്സിലാക്കിയാൽ, ടോയ്ലറ്റിലേക്ക് കൊണ്ടുപോയി അതിലെ ടോയ്ലറ്റിന്റെ സീറ്റ് നക്കിക്കുക, അതായത് കഴുത്തിൽ ബലമായി പിടിച്ചിട്ട് ടോയ്ലറ്റിൽ നക്കിക്കുക, അവന് മുഖം അവിടെ വെച്ചിട്ട് ഫ്ലഷ് ചെയ്യുക. ഇത്തരം ക്രൂരതയിലേക്ക് ഈ കുഞ്ഞുങ്ങൾ പോയിട്ട് പോലും അതിനെ തടയിടാനോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ചോദ്യം ചെയ്യാനോ ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് തങ്ങളുടെ കുഞ്ഞു മരിച്ചതെന്ന് വ്യക്തമാക്കാനോ സ്കൂൾ അധികൃതർ തയ്യാറായിട്ടില്ല എന്നാണ് രക്ഷിതാക്കൾ, പ്രത്യേകിച്ച് അമ്മ എഴുതിയിരിക്കുന്ന തുറന്ന കത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണ് ഈ കഴിഞ്ഞ ജനുവരി 15-ന് ആ കുഞ്ഞു മരിച്ചതിന് ശേഷം തങ്ങൾ നടത്തിയ സഹപാഠികളോടും മിഹിറിന്റെ സഹപാഠികളോടും മിഹിറിനെ അറിയാവുന്നവരോടും ഒക്കെ നടത്തിയുള്ള അന്വേഷണത്തിനൊടുവിലാണ് ഇങ്ങനെ ഒരു അസസ്മെന്റിലേക്ക് പാരന്റ്സിന് എത്താൻ കഴിഞ്ഞിട്ടുള്ളത്. അതിനുശേഷം അവർക്ക് ലഭിച്ചിട്ടുള്ള സോഷ്യൽ മീഡിയ ചാറ്റുകൾ